അപ്പോൾ ഇന്ന് എൻ്റെ വിഷയം എന്ന് പറയുന്നത് സംവരണ അന്ധവിശ്വാസങ്ങൾ എന്നാണ്. നമ്മുടെ പൊതുസമൂഹത്തിൽ ജനറലി സംവരണത്തെ പറ്റി ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇല്ല. പലതരം പ്രൊട്ടസ്റ്റുകൾ സംവരണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇപ്പം പല പ്രൊട്ടസ്റ്റുകളുടെ സ്ലോഗൻസ് വളരെ രസകരമാണ്. ഇപ്പം ചില ഡോക്ടേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റുകളിൽ കാണിക്കുന്നത് വി ഡോണ്ട് കാറ്റഗറൈസ് പേഷ്യൻസ്, വൈ കാറ്റഗറൈസസ്. ഞങ്ങൾ പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യാറില്ല, പല തട്ടുകളിൽ കാണാറില്ല, ഞങ്ങളെ എന്തിനാണ് പല തട്ടുകളിൽ കാണുന്നത്. യൂത്ത് ഫോർ ഇക്വാലിറ്റി, തുല്യതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. വാണ്ടഡ് ഹസ്ബൻഡ്സ് വിത്ത് റിസർവേഷൻ, റിസർവേഷനുള്ള ഭർത്താക്കന്മാരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊതു ബോധ്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. അതായത് പൊതുവേ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സംവരണം ഒരു മോശം കാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇത് പൊതു മധ്യത്തിൽ മാത്രമല്ല, യുക്തിവാദികളുടെ ഇടയിലും, അല്ലെങ്കിൽ യുക്തിവാദികൾ ഞാൻ പറഞ്ഞില്ല, സ്വതന്ത്ര ചിന്തകർ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ ഇതൊരു നെഗറ്റീവ് സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. റീസെൻ്റ്ലി ഒരു സ്വതന്ത്ര ചിന്തകനായിട്ട് ഞാനൊന്ന് സംസാരിച്ചപ്പം ആ വ്യക്തി പറഞ്ഞത്, നിനക്ക് അരുൺ ഷോരിയുടെ പുസ്തകം അറിയാമോ? അരുൺ ഷോരിയുടെ പുസ്തകത്തിൽ സംവരണത്തെ പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നീ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ സംവരണ വിരുദ്ധനാകും എന്നാണ്. അപ്പം ഞാൻ കരുതി എന്നാൽ ബുക്കൊന്ന് എടുത്ത് നോക്കിയാലോ. ഞാൻ ആ ബുക്കിൻ്റെ പേര് ഇതാണ്, ഫോളിങ് ഓവർ ബാക്ക്വേർഡ്സ് ആൻ എസ്സേ എഗെയിൻസ്റ്റ് റിസർവേഷൻ ആൻഡ് എഗെയിൻസ്റ്റ് ജുഡീഷ്യൽ. സാധാരണ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പുസ്തകം എടുത്തിട്ട് അതിൻ്റെ റെഫറൻസസ് സെക്ഷനിൽ പോകും. എൻ്റെ റെഫറൻസസ് സെക്ഷൻ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ പുസ്തകത്തിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. അൺഫോർച്ചുനേറ്റ്ലി ഈ പുസ്തകത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ബുക്കിൻ്റെ റെഫറൻസസിലേക്കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് യാതൊരു തരത്തിലുള്ള എംപെരിക്കൽ ഡേറ്റയുടെയും അടിസ്ഥാനത്തിലല്ല ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു സാമൂഹിക വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഈ വിഷയത്തിൽ നടന്ന യാതൊരു എംപെരിക്കൽ അല്ലെങ്കിൽ നിരീക്ഷണ പരീക്ഷണമോ സ്റ്റഡിയോ സെൻസസോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇല്ല. നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്ന 99% കോടതി വിധികളും പത്രവാർത്തകളും ഓരോ പ്രൊട്ടസ്റ്റുമാണ്. അതിനെയൊക്കെ ചുറ്റിപ്പറ്റി എടുത്തിട്ടാണ് നമ്മൾ സംവരണം പോലുള്ള ഒരു സാമൂഹിക വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംവരണത്തിനെ പറ്റി പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ ഊട്ടി ഉറപ്പിക്കാൻ വരുന്ന ഒരു പുസ്തകം എന്നതിനുപരി ഇത്തരം പുസ്തകങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സംവരണത്തെ പറ്റിയുള്ള നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങൾ എന്താണ്, അതിനെന്തെങ്കിലും നീതിയുക്തമായ കാരണങ്ങളുണ്ടോ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നൊരു അറ്റംപ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായ അന്ധവിശ്വാസം, സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയത അല്ലെങ്കിൽ ജാതി വിവേചനം മാറ്റാനുള്ള ഒരു സംഭവമാണ്. ഇത് നിരന്തരം ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ്. എന്നും നിങ്ങൾ ഈ സംവരണത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ഇത് ചോദിക്കും, സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വിവേചനം മാറ്റാനുള്ള സംഭവമല്ല, ഇതുവരെ ജാതി വിവേചനം മാറിയില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വസ്തുതയിലേക്ക് നടക്കാം. ഞാനിവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഓക്സ്ഫോർഡ് ഇന്ത്യ ഷോർട്ട് ഇൻട്രഡക്ഷൻസ് പബ്ലിഷ് ചെയ്യുന്ന അഫോർമേറ്റീവ് ആക്ഷൻ ഇൻ ഇന്ത്യ, അശ്വിനി ദേശ്പാണ്ഡെ എന്ന എക്കണോമിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. ഇതാണ് എൻ്റെ ഈ പ്രസൻറ്റേഷൻ്റെ ബേസ് റെഫറൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അശ്വിനി ദേശ്പാണ്ഡെ എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ സംവരണം, സാമ്പത്തിക അസമത്വം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിരന്തരം റിസർച്ച് ചെയ്യുകയും ആക്ച്വലി ഡേറ്റാ ബേസ്ഡ് ആയിട്ട് പബ്ലിക്കേഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അല്ലാതെ അരുൺ ഷോരിയെ പോലെ പഠനങ്ങളില്ലാതെ പറയുന്ന ആളല്ല. അതുകൊണ്ട് പഠനങ്ങൾ കോട്ട് ചെയ്ത് പറയുന്ന ആളുണ്ട്. അപ്പോൾ അവരുടെ അഫർമേറ്റീവ് ആക്ഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ ഇതിനൊരു നിർവചനം കൊടുക്കുന്നുണ്ട്. എന്താണ് സംവരണം? നമ്മുടെ സമൂഹത്തിൽ പ്രിഫേർഡ് പൊസിഷൻസ്, അതായത് വളരെ പ്രിവിലേജ്ഡ് പൊസിഷൻസ് എന്ന് പറയുന്ന ചില പൊസിഷൻസ് എന്താണ്? ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ടീച്ചേഴ്സ്, പൊളിറ്റീഷ്യൻസ്, ഇങ്ങനെയുള്ള പ്രിഫേർഡ് പൊസിഷൻസ് ഉണ്ട്. ഈ പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ഗ്രൂപ്പിലുള്ള ആളുകൾ തള്ളപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെ അവിടെ എത്തിക്കാനുള്ള ഒരു കൂട്ടം വിവേചന വിരുദ്ധ നടപടികളാണിത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ സമൂഹത്തിലുള്ള പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് സമൂഹത്തിൽ തഴയപ്പെടുന്ന കൂട്ടത്തിൽ നിന്നുള്ള മനുഷ്യരെ എത്തിക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന ഒരു കൂട്ടം വിവേചന വിരുദ്ധ നടപടികൾ, അതാണ് സംവരണം. സംവരണത്തിൻ്റെ പർപ്പസ് എന്താണ്?
നമ്മുടെ സമൂഹത്തിലുള്ള ഇലൈറ്റ് കോമ്പോസിഷനെ മാറ്റുക എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ആളുകൾ മാത്രം ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത് തടയുക. അത് ബ്രാഹ്മണർ മാത്രം ഡോക്ടേഴ്സ് ആവുന്നു, ബ്രാഹ്മണർ മാത്രം ടീച്ചേഴ്സ് ആവുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ തടയുക. ഇത് നമ്മൾ ജാതിയുടെ സംഭവം മാത്രം പറയുന്നതുകൊണ്ട് നമ്മൾ ഈ ജാതിപരമായ സംവരണങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ഇന്ന് സംസാരിക്കുന്നത്. പക്ഷേ സംവരണത്തിൽ ജാതിപരം മാത്രമല്ല ലിംഗപരമായിട്ടുള്ള സംഭവമുണ്ട്. ഇപ്പോൾ ആണുങ്ങൾ മാത്രം കൂടുന്നു, സ്ത്രീകൾ വരുന്നില്ല, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നില്ല, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഡിസ്കഷൻ്റെ സ്കോപ്പ് ജാതി സംവരണത്തെക്കുറിച്ചാണ്. ഇത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല, ഇത് ഒരു തൊഴിലുറപ്പ് പദ്ധതിയല്ല. ഈവൻ ദോ ഇതുകൊണ്ട് ദാരിദ്ര്യം മാറുന്നുണ്ട്, ഇതിൻ്റെ ഗുണഭോക്താക്കളുടെ ദാരിദ്ര്യം മാറുന്നുണ്ട്, ഇതുകൊണ്ട് തൊഴിൽ ഉണ്ടാവുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും ഇതിൻ്റെ ഉദ്ദേശം, ഇതിൻ്റെ മൂല കാരണം അല്ലെങ്കിൽ മൂല പർപ്പസ് എന്ന് നമ്മൾ പറയുന്ന കാര്യം എന്താ പറയുന്നത്, പോവർട്ടി മാറ്റുക അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെയുള്ള സംഭവങ്ങളല്ല. ഇത് നമ്മുടെ ജനാധിപത്യ രാജ്യത്തുള്ള സാമൂഹിക അധകൃതത്വം ബാധിച്ച കൂട്ടത്തിൽ നിന്നുള്ള മനുഷ്യർക്ക് ജനാധിപത്യത്തിൽ ഒരു അധികാര സ്ഥാനത്തിലേക്ക് എത്തുക എന്നാണ്. പവർ കൊടുക്കുക, സേ കൊടുക്കുക, ഇതാണ് ഇതിൻ്റെ മൂല കാരണം. ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. സംവരണത്തിൻ്റെ ഉദ്ദേശം ജാതീയത മാറ്റുക എന്നതല്ല. വൈശാഖൻ തമ്പി റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കറക്റ്റ് അനാലോജിയാണ്. നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നത് രോഗം മാറ്റാനല്ല, ചൂട് കുറയ്ക്കാനാണ്. രോഗം മാറത്തില്ല, നിങ്ങളുടെ രോഗ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കും. രോഗം കൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്ട്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതേ ഉള്ളൂ. ജാതി വിവേചനം കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലാതെ ജാതി വിവേചനത്തിലല്ല. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഒരിക്കലും ഇനി സംവരണത്തെക്കുറിച്ച് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ജാതി വിവേചനത്തെ അഡ്രസ്സ് ചെയ്യാനല്ലേ സംവരണം എന്നുള്ള ചോദ്യങ്ങൾ ഇനി വരില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. രണ്ടാമത്തെ അന്ധവിശ്വാസം, ഇന്നും ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നതിന് യാതൊരു തെളിവില്ല. പല ആളുകൾ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് ജാതി വിവേചനം നേരിട്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ ഞങ്ങൾ ജാതി നോക്കാറില്ല. ചില അധകൃത സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ തന്നെ വരാറുണ്ട്, ഞാൻ വളർന്നു വന്നപ്പോൾ എന്നെ ആരും ജാതിപരമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എന്നൊക്കെ പല ആളുകൾ ചോദിക്കാറുണ്ട്. ഇതൊക്കെ അനക്ഡോട്ടൽ എവിഡൻസ് ആണ്. പക്ഷെ നമ്മൾ സമൂഹത്തിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുന്ന ഇത്തരം പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചല്ല, ഒരു സമഗ്ര പഠനം വെച്ചിട്ടാണ്. അങ്ങനെയുള്ള പഠനങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ ഒരുപാടുണ്ട്. ബ്ലോക്ക്ഡ് ബൈ കാസ്റ്റ്, എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ ഇൻ മോഡേൺ ഇന്ത്യ 2010 ഇറങ്ങിയ പുസ്തകമാണ്. ഇത് ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള ഡേറ്റാ സോഴ്സുകളിൽ നിന്ന് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവരും അപ്പർ കാസ്റ്റ് ഹിന്ദുസും തമ്മിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ, അതായത് അവരുടെ പോവർട്ടി റേറ്റ്സ്, അവരുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ മേഖല, ഇതിലെല്ലാ സ്ഥലത്തും വളരെ കൃത്യമായ അസമത്വം നിലനിൽക്കുന്നു എന്നതാണ്. അസമത്വം നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അതായത് നമ്മുടെ സമൂഹത്തിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കാരണമാണ് ഈ അസമത്വത്തിന് കാരണം എന്ന് തന്നെയാണ് ഈ ഡേറ്റ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും തൊട്ടുകൂടായ്മയൊക്കെ മാറുന്നത് തെറ്റാണ്. 2001-2002 ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിലെ 565 വില്ലേജസിൽ നടത്തിയ പഠനത്തിൽ കാണിക്കുന്നത്, ഇന്നത്തെ പുതിയ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പുതിയ മാനങ്ങളിലും പുതിയ രൂപങ്ങളിലേക്കും ഈ തൊട്ടുകൂടായ്മ എന്നുള്ള ഈ പ്രാക്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അൺടച്ചബിലിറ്റി ഇൻ റൂറൽ ഇന്ത്യ എന്ന പഠനത്തിൽ ഇത് കാണിക്കുന്നുണ്ട്. 2010 ഗുജറാത്തിൽ മാത്രം നടത്തിയൊരു പഠനമുണ്ട്. 1600ഓളം വില്ലേജസ് അഥവാ ഗ്രാമങ്ങളിൽ നടത്തിയ പഠനം കാണിക്കുന്നത് ഇന്നും 98 തരം തൊട്ടുകൂടായ്മ നിൽക്കുന്നുണ്ട്. 1ഉം 2ഉം അല്ല, 98 തരം. ഹേറ്റ് ക്രൈംസ് ഇൻ ഇന്ത്യ, an economic analysis of violence and atrocities against scheduled castes and scheduled tribes. സ്മൃതി ശർമ്മ 2012 കൊണ്ടുവന്ന പഠനമാണ്. ഈ പഠനം കാണിക്കുന്നത് ദളിതർക്ക് സാമ്പത്തികമായ മുന്നോക്കം ഉണ്ടാകുമ്പോൾ മുന്നോക്ക സമുദായങ്ങളിൽ നിന്നും അവർ ആക്രമണം നേരിടുന്നു. അതായത് അവർക്ക് നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ മറ്റ് മുന്നോക്ക ജാതിയിൽ നിന്നും ഇവർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അവർക്കെതിരെ റേപ്പ് അറ്റംപ്റ്റ്സ്, അവരുടെ പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യുന്നു, അവരെ കൊല്ലുന്നു, തീ കത്തിക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടുന്നുണ്ടെന്ന്. നമ്മൾ പറയും നമ്മുടെ തൊഴിൽ മേഖല ഭയങ്കര ഫെയറാണ്, ഒരു ഈക്വൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള കഴിവുള്ളവർക്കെല്ലാം തൊഴിൽ കിട്ടും എന്നൊക്കെ നമ്മൾ വെറുതെ എങ്ങനെ നമ്മൾ പറയാറുണ്ട്. എനിക്ക് കഴിവുള്ളതുകൊണ്ട് എനിക്ക് തൊഴിൽ കിട്ടിയെന്ന്. പക്ഷേ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ 2007 വന്ന നാഷണൽ സർവേ സാമ്പിളിൻ്റെ പഠനം വെച്ച് കാണിക്കുന്നത് SC/ST കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ സിമിലർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും, അതായത് ഒരേ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അവർ തഴയപ്പെടുന്നുണ്ട് എന്നതാണ്.
ഇതൊന്നും നമുക്ക് ഡേറ്റയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാം, പക്ഷെ ഡേറ്റകളെ തള്ളിക്കളഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വേറൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, 2007 നടന്ന സുഖ്ദേവ് തൊറാത്ത് നടത്തിയ പഠനമാണ്. അതായത് ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരുന്ന ജോലിയെക്കുറിച്ചുള്ള പരസ്യങ്ങൾക്ക് ഇവർ റെസ്യൂമേസ് അയക്കുക, അഥവാ CVs അയക്കുകയാണ്. ഇവരയക്കുന്നത് സെയിം CV ആണ് അയക്കുന്നത്, പക്ഷേ മുസ്ലിം ആയിട്ട് അയക്കുന്നു, ഹിന്ദു ആയിട്ട് അയക്കുന്നു, പട്ടികജാതിയിൽ അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട ആളായിട്ട് അയക്കുന്നു. പേരും ഡീറ്റെയിൽസൊക്കെ നോക്കുമ്പോൾ ഇയാളൊരു ഹിന്ദു ആണെന്ന് തോന്നുന്നു, അപ്പർ കാസ്റ്റ് ഹിന്ദു ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. സെയിം റെസ്യൂമെയാണ് അയക്കുന്നത്. അതിൻ്റെ റെസ്പോൺസ് റേറ്റിൽ പോലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നാണ്. SC/ST കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിന് കൃത്യമായ എക്സ്ക്ലൂഷൻ, ജോബ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ്. അപ്പോൾ ഈ ജാതി വിവേചനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠനങ്ങളിൽ നിന്ന് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു നിഗമനം എന്ന് വെച്ചാൽ സാമൂഹിക സാമ്പത്തിക വിവേചനം ഇപ്പോഴും ഉണ്ട്. അത് ഈ വിവേചനം ഉണ്ടെന്ന് മാത്രമല്ല, അത് സിസ്റ്റമാറ്റിക്കാണ്, വ്യവസ്ഥാപിതമാണ്. നമുക്കടുത്ത അന്ധവിശ്വാസത്തിലേക്ക് കടക്കാം. ഈ സംവരണം പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു. ഇത് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലേ, സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലാത്ത കുറേ ആൾക്കാരെ എടുത്തിട്ട് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നടക്കുന്ന മാർക്കറ്റുകളും പ്രൊഡക്റ്റീവായിട്ട് നടക്കുന്ന കമ്പനികളൊക്കെ ബാധിക്കുന്നുണ്ടെന്ന്. 2003 വന്ന ബൗണ്ടറീസ് ഓഫ് ക്ലാൻ ആൻഡ് കളർ എന്ന പഠനമാണ്. ഇത് പലതരത്തിലുള്ള സാമ്പത്തിക അസമത്വങ്ങളെക്കുറിച്ച് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡേറ്റയിൽ നിന്ന് അശ്വിനി ദേശ്പാണ്ഡെ തന്നെ നടത്തിയ പഠനത്തിൽ 2003 പബ്ലിഷ് ചെയ്ത വർക്കാണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം വിവേചനമുള്ള സ്ഥലങ്ങളിൽ പ്രൊഡക്റ്റീവായിട്ടൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രൊഡക്റ്റീവോ എഫിഷ്യൻ്റ്ലി ആയിട്ടൊന്നുമല്ല മാർക്കറ്റ്സ് വർക്ക് ചെയ്യുന്നത്. വിവേചനമുള്ള സമൂഹത്തിൽ വിവേചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഇതുമാത്രമല്ല, ഇങ്ങനെയുള്ള വിവേചനാത്മകമായിട്ട് സമൂഹത്തിൽ മാർക്കറ്റ്സ് നമ്മൾ അഫർമേറ്റീവ് ആക്ഷൻസ് അഥവാ റിസർവേഷൻ പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ അധകൃത സമൂഹവും പ്രിവിലേജ് സമൂഹവും തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ അസമത്വം കൂടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ മാർക്കറ്റ്സിൻ്റെ എഫിഷ്യൻസിയും പ്രൊഡക്റ്റിവിറ്റിയൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് സംവരണത്തെ അനുകൂലിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മാർക്കറ്റ്സ് എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ത്യയിൽ പഠനം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെ ഞാൻ അന്തർദേശീയ പഠനമാണെങ്കിൽ ഇത് ഇന്ത്യയിൽ നടത്തിയ പഠനമാണ്. ഇന്ത്യൻ റെയിൽവേസിൽ ഈ പഠനം നടത്തിയിട്ടുണ്ട്. 1980 തൊട്ട് 2002 വരെയുള്ള ഇന്ത്യൻ റെയിൽവേസിൽ സംവരണ വിഭാഗത്തിൽ ആളുകൾ വന്നതിന് ശേഷം ഇന്ത്യൻ റെയിൽവേസിൻ്റെ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് കാണുന്നത് ഇന്ത്യൻ റെയിൽവേസിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുള്ളൂ. ഇറ്റ്സ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പ്രൊഡക്ടിവിറ്റി എന്നാണ് ഈ പഠനം കൺക്ലൂഡ് ചെയ്യുന്നത്. സ്കോട്ട് പേജ് 2007 70ഓളം ജേർണലുകളും 70ഓളം ഡേറ്റാ സെറ്റ് വെച്ചുള്ള പഠനങ്ങളിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരത്തിലുള്ള ആളുകൾ ഉള്ള കൂട്ടങ്ങളാണ് നല്ല പോലെ പെർഫോം ചെയ്യുക. ഒരു ഒറ്റ തരത്തിലുള്ള ആളുകൾ മാത്രമുള്ള കൂട്ടങ്ങളെക്കാട്ടിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും സാമ്പത്തികമോ അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇവിടെ വസ്തുത എന്താണ്? സംവരണം പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് പഠനങ്ങൾ വളരെ കുറവാണ്. ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങൾ അത് കൂടാൻ സഹായിക്കുന്നതാണ്. ഇപ്പം ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഒക്കെ പഠനം കാണിച്ചത് അത് കൂടുന്നുണ്ടെന്നാണ്. അടുത്ത ഒരു അന്ധവിശ്വാസം, സംവരണം കൊണ്ട് എന്താ ഗുണം? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. 75 വർഷമായി നമ്മൾ ഇന്ത്യ വന്നിട്ട് എന്താണ് സംവരണം കൊണ്ട് ഗുണം? പല ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഡിക്രീസ്ഡ് എഡ്യൂക്കേഷൻ ഇനീക്വാലിറ്റി, അഥവാ ഈ വിദ്യാഭ്യാസത്തിൽ പട്ടികവർഗത്തിലുള്ള മനുഷ്യരും അപ്പർ കാസ്റ്റ് ഹിന്ദുസും തമ്മിലുള്ള എഡ്യൂക്കേഷൻ ഇനീക്വാലിറ്റി കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഡേറ്റയിലൂടെ കാണാം. അത് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ ഇനീക്വാലിറ്റീസ് ഇൻ ഇന്ത്യ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന പഠനം നാഷണൽ സർവേ സാമ്പിൾ 1983 തൊട്ട് 2000 വരെയുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ അതാണ്. ഈ എഡ്യൂക്കേഷൻ ഇനീക്വാലിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. സാമ്പത്തിക ഇനീക്വാലിറ്റി അത്ര കുറഞ്ഞിട്ടില്ല, പക്ഷേ അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. കാരണം നമ്മുടെ തൊഴിൽ മേഖല, ഇന്ത്യയിലെ മൊത്തമുള്ള തൊഴിൽ മേഖല എടുക്കുമ്പോൾ അതിലെ വളരെ ചെറിയായിട്ടുള്ള ഒരു പെർസെൻറ്റേജിൽ മാത്രമേ നമ്മൾ സംവരണം പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ചെറിയൊരു പെർസെൻറ്റേജ് സംവരണം കൊടുത്തിട്ട് ഫുൾ സാമ്പത്തിക ഇനീക്വാലിറ്റി ഒക്കെ മാറുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഫുൾ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സംവരണം എന്ന് പറഞ്ഞാൽ ഇത് ഇത്തരം എഡ്യൂക്കേഷണൽ സംവരണമാണ്. അവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് വന്ന ആദ്യ പഠനങ്ങളൊന്ന് 90കളിൽ ദ ഷേപ്പ് ഓഫ് ദി റിവർ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇത് കറുത്ത വർഗ്ഗക്കാരിൽ നടന്ന സംവരണത്തെക്കുറിച്ചുള്ള പഠനമാണ്.
ഇത് ആദ്യമായിട്ടാണ് എംപെരിക്കൽ ഡേറ്റ, സംവരണത്തെക്കുറിച്ചുള്ള ഒരു എംപെരിക്കൽ ഡേറ്റ സമൂഹത്തിന് മുമ്പിൽ വന്ന ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഇത് ഷേപ്പ് ഓഫ് ദി റിവറാണ്. വില്യം ജി ബോവൻ ആൻഡ് ഡെറക് ബോക്ക് എന്ന് പറയുന്ന ആളുകൾ പബ്ലിഷ് ചെയ്ത വർക്കാണ്. ഇത് കാണിക്കുന്നത്, ഇതൊരു ലോങ് ടേം സ്റ്റഡിയാണ്. ഈ ലോങ് ടേം സ്റ്റഡി കാണിക്കുന്നത് സംവരണത്തിലൂടെ കടന്നുപോയ കറുത്ത വർഗ്ഗക്കാർക്ക് സാമൂഹിക സാമ്പത്തിക ഉന്നമനം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അവർ മറ്റുള്ള വെളുത്ത വർഗ്ഗക്കാർക്കാട്ടിലും മാർക്ക് കുറവാണെങ്കിൽ കൂടി അവർ സാമൂഹിക സാമ്പത്തിക ഉന്നമതിയിലേക്ക് അല്ലെങ്കിൽ ഉന്നമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ തെളിവോടുകൂടി ബാധിക്കുന്ന 90-95 വന്ന പേപ്പറാണ്. ഇനി സംവരണത്തിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞായിരുന്നു. സംവരണത്തിൻ്റെ ഉദ്ദേശം പ്രിവിലേജ് പൊസിഷൻസിലേക്ക് ആളുകളെ എത്തിക്കുകയാണ്. അപ്പോൾ ആളുകളെ എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനൊരു ചോദ്യം ഉണ്ടല്ലോ. നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നാഷണൽ സർവേ സാമ്പിളിലുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഡേറ്റയാണ്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൽ 154 ലക്ഷം പെർമനൻറ്റ് എംപ്ലോയീസ് ഉണ്ട്. അതിൽ 26 ലക്ഷം ആളുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റാണ്. അതായത് 16% റെപ്രസെൻറ്റേഷൻ. നമുക്ക് ഏതാണ്ട് വേണ്ടതും അത്ര തന്നെയാണ്. ഏതാണ്ട് വേണ്ട നമ്മുടെ ടാർഗറ്റും അത്രയും പെർസെൻറ്റേജാണ്. ഏതാണ്ട് അത്രയും പ്രാതിനിധ്യം നമുക്ക് ഉറപ്പിക്കാൻ ഈ സംവരണം കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സംവരണം കൊണ്ട് നമുക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ക്ലെയിമും നമുക്ക് സംശയത്തോടു കൂടി നോക്കാൻ പറ്റത്തുള്ളൂ. നാഷണൽ സർവേ സാമ്പിൾ കാണിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ അത് നടക്കുന്നുണ്ടെന്നാണ്. വേറെ സംഭവമാണ് 2018 വന്ന പഠനം. റോഡിലൂടെ നടക്കുമ്പോൾ ഞാൻ നേരിടുന്ന വിവേചനം വരെ ഈ ഇലക്ട്രൽ കോട്ടാസ്, ഇലക്ഷനിലുള്ള കോട്ടാസ് കാരണം ഞാൻ നേരിട്ട വിവേചനത്തിന് മാറ്റം ഉണ്ടെന്ന് വരെയുള്ള സർവേ റിസൾട്ട്സ് ഉണ്ട്. 2018 വന്ന പഠനമാണ്. ഈ പഠനത്തിൻ്റെ പേര് ഡോണ്ട് ടച്ച് മൈ റോഡ് എവിഡൻസ് ഫ്രം ഇന്ത്യ ഓൺ അഫർമേറ്റീവ് ആക്ഷൻ ആൻഡ് എവരിഡേ ഡിസ്ക്രിമിനേഷൻ. അതായത് പബ്ലിക് സ്ഥലങ്ങളിൽ ഞാൻ നേരിടുന്ന വിവേചനത്തിൽ കൃത്യമായ മാറ്റം അനുഭവിക്കുന്നുണ്ട് ഇലക്ട്രൽ കോട്ടാസ് വന്നതിന് ശേഷം. അതുമാത്രമല്ല, ആ കോട്ട മാറുന്ന സമയത്ത് വീണ്ടും ഇത് വിവേചനം. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രൽ കോട്ടാസ് ബേസിക്കലി നിങ്ങളെ ഒരു അധികാര സ്ഥാനത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അധികാരം കിട്ടുമ്പോൾ സമൂഹം നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറയുകയാണ്. അത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ, നമ്മൾ സംവരണം ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ കാണുന്നതും. അപ്പം സംവരണം കാരണം എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വസ്തുതാപരമായിട്ടുള്ള ഉത്തരം, സംവരണം കാരണം റെപ്രസെൻറ്റേഷൻസ് കൂടുന്നുണ്ട്, സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള ഉന്നമതി ഉണ്ടാവുന്നുണ്ട്, പല സ്ഥലങ്ങളിലും വിവേചനം കുറയ്ക്കുന്നുമുണ്ട്. അപ്പോൾ സംവരണം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ള ചോദ്യത്തിന് നമുക്കൊരു ഉത്തരമുണ്ട്. 5ാമത്തെ ഒരു അന്ധവിശ്വാസം, ഇതിനെ മിസ്മാച്ച് ഹൈപ്പോത്തസിസ് എന്നാണ് അക്കാദമിക ലോകത്ത് ഇത് അറിയപ്പെടുന്നത്. ബേസിക്കലി ഇത് പറയുന്നത് കോളേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഴിവും ബുദ്ധിയൊക്കെ ഉള്ള ആവശ്യമുള്ള സ്ഥലമാണ്. എന്നിട്ട് നിങ്ങൾ കഴിവ് കുറവും ബുദ്ധി കുറവുള്ള മാർക്ക് കുറവൊക്കെ ഉള്ള ആളുകളെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം 100 റാങ്കുള്ള ഒരാൾ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്, അയാൾക്ക് ഭയങ്കര മെറിറ്റാണ്. അയാളുടെ മെറിറ്റിനെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ 1000 റാങ്കുള്ള ഒരു മനുഷ്യനെ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു അനീതിയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഈ സംവരണ വിരുദ്ധ ക്യാമ്പിൽ നിന്ന് വരാറുണ്ട്. ഇത് 2007 എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ വന്ന പഠനമാണ്. ബേസിക്കലി ഈ നമ്മുടെ കോളേജ് പെർഫോമൻസസും അല്ലെങ്കിൽ മെറിറ്റ് ഇങ്ങനെയുള്ള പല ഡേറ്റകളെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺക്ലൂഷനിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളീ പറയുന്ന മെറിറ്റ്, ക്രെഡൻഷ്യൽ, മാർക്ക്, റാങ്ക് ഇതൊന്നും എയറിൽ നിന്നൊരു ടാലൻറ്റോ കഴിവോ നിന്നും ഉണ്ടാവുന്നതല്ല. ഇത് ഉണ്ടാവുന്നത് നമ്മൾ ജനിച്ച് വളരുന്ന സമൂഹത്തിൽ നമുക്ക് എത്ര ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട്, നമ്മുടെ സ്കൂളുകളുടെ ക്വാളിറ്റി എത്ര ഉണ്ട്, നമ്മുടെ ഹെൽത്ത് കെയർ എത്ര ഉണ്ട്, ഇങ്ങനെയാണെന്ന്. നമ്മുടെ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഇതിനൊരു അസമത്വമുണ്ട്. SC/ST മെമ്പർ അല്ലെങ്കിൽ SC/ST കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന പബ്ലിക് സ്കൂൾസ്, അവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ ഇതൊന്നും തന്നെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ല. മറ്റേ മുന്നോക്ക സമുദായത്തിൽ കിട്ടുന്ന ആളുകളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാത്ത സമയത്താണ് നമ്മൾ മെറിറ്റ് എന്നുള്ളൊരു സംഭവം. ഇതൊരു മീനിങ്ലെസ് സംഭവമാണെന്നാണ് ഈ സ്റ്റഡിയുടെ ഫൈൻഡിങ്ങിൽ പറയുന്നത്. ദിസ് ഇസ് മീനിങ്ലെസ്. മെറിറ്റോക്രസി എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ് അൺലെസ് ദർ ഇസ് എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്. അഥവാ ഇപ്പം ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് 10 കിലോമീറ്റർ ഓടാൻ പറയുകയാണ്, അടുത്ത ആളോട് 1000 കിലോമീറ്റർ ഓടാൻ പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് എളുപ്പം ഓടി എത്തുന്നവനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന്. 10 കിലോമീറ്റർ ഓടാനുള്ള ആൾ പെട്ടെന്ന് എത്തും. അതുമാതിരി തന്നെ ഇങ്ങനെയുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പെട്ടെന്ന് കിട്ടുന്നതും എഡ്യൂക്കേഷനും ആക്സസ് ടു ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ ഇതൊക്കെ കിട്ടുന്ന ആളുടെ മെറിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ഈ മെറിറ്റോക്രസി എന്നുള്ള സംഭവം മീനിങ്ലെസ് ആണ്. ചില ആളുകൾ പറയില്ല മെറിറ്റ് ഭയങ്കര സംഭവമാണ്, മെറിറ്റോക്രസി മീനിങ്ലെസ് അല്ല എന്നൊക്കെ പറയാൻ ചില ആളുകളുണ്ട്. അത് വേണമെങ്കിൽ തർക്കത്തിനെടുക്കാം. ശരി, മെറിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഭയങ്കര മാർക്കുള്ള ആളുകൾക്ക് എന്തോ മെറിറ്റ് ഉണ്ട്, 1000 റാങ്ക് ഉള്ളവർക്ക് മെറിറ്റ് കുറവാണ്. അങ്ങനെ ഒരു തർക്കത്തിനെടുത്താൽ പോലും
വേറൊരു പഠനമുണ്ട്, അഫർമേറ്റീവ് ആക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ, എവിഡൻസ് ഫ്രം എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അഡ്മിഷൻസ് നടത്തിയ പഠനം കാണിക്കുന്നത് ഈ സംവരണത്തിലൂടെ മാർക്ക് കുറവ് അല്ലെങ്കിൽ റാങ്ക് കുറവ് അല്ലെങ്കിൽ മെറിറ്റ് കുറവ് എന്ന് പറയുന്ന സോ കോൾഡ് വിദ്യാർത്ഥികളെ ഇതിലൂടെ കടത്തി വിട്ടുമ്പോൾ ഇവർ ഈവൻച്വലി സാമ്പത്തികമായി മുന്നേറുന്നുണ്ട്, ഇവർ ഈവൻച്വലി ഇലൈറ്റ് പൊസിഷൻസിൽ എത്തുന്നുണ്ട്. ഇവർക്കിത് കൊടുത്തില്ലെങ്കിൽ അവരെവിടെ എത്തില്ല, പക്ഷെ ഇത് കൊടുക്കുമ്പോൾ ഇവരെത്തുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതൊരു മിസ്മാച്ച് ഒന്നും ഇല്ല. അതായത് ഈ ക്രെഡൻഷ്യൽസ് ഇല്ലാത്ത അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ ആളുകളെ കോളേജിൽ എത്തുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അവർ കഷ്ടപ്പെടുന്നൊന്നുമില്ല, അവരവിടെ പോകുന്നു, അവരവിടെ നിന്ന് പാസ് ഔട്ട് ആവുന്നു, എന്നിട്ട് അവരവരുടെ ജോലികളിലേക്ക് എത്തുന്നു, അവർക്ക് ജോലി സാധ്യതകൾ കൂടുന്നു. കോളേജ് പെർഫോമൻസ് ഇൻക്രീസ് ആവുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മൾ സംവരണത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കാൻ പറ്റുമെന്നൊരു ചോയ്സും കൂടെ കിടക്കുമ്പോൾ അവരുടെ കോളേജ് പെർഫോമൻസ് കൂടുന്നുണ്ട് എന്ന പഠനം കൂടെ ഉണ്ട്. 2011 ഇത് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻസിൽ നടന്ന ഡേറ്റയുടെ ബേസിസിലുള്ള പഠനങ്ങൾ. വസ്തുത എന്താണ്? ഇങ്ങനെയുള്ള മിസ്മാച്ച് ഒന്നുമില്ല. ഇതൊക്കെ ചുമ്മാ സംവരണ വിരുദ്ധ ക്യാമ്പിൽ നിന്ന് യാതൊരു ഡേറ്റയുടെ അടിസ്ഥാനമില്ലാതെ ജസ്റ്റ് ആം ചെയർ ഫിലോസഫി അല്ലെങ്കിൽ ബയസുകളിൽ നിന്ന് വരുന്ന കുറേ എന്താ പറയുന്ന റെട്ടറിക്സ് മാത്രമാണ്. ഇതൊരു വളരെ ഫേമസ് അന്ധവിശ്വാസമാണ്. നമ്മുടെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ ഭയങ്കര പ്രബലമായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. റിസർവേഷൻ എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിലുള്ള മുന്നോക്കക്കാരെ മാത്രമേ സഹായിക്കുന്നുള്ളൂ. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, പിന്നോക്ക വിഭാഗത്തിലുള്ള മുന്നോക്ക വിഭാഗത്തെ മാത്രമേ ഇത് സഹായിക്കത്തുള്ളൂ എന്നത്. ഇത് ഞാൻ നേരത്തെ വന്ന സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പഠനത്തിൽ നിന്ന് ഇത് തെറ്റാണെന്ന് കാണിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഡേറ്റ വെച്ചുള്ള പഠനത്തിൽ കാണുന്നത് 81% ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സ് ഗ്രേഡ് സി ഗ്രേഡ് ഡി ജോലികളാണ് ചെയ്യുന്നത്. ഈ ഗ്രേഡ് സി ഗ്രേഡ് ഡി ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ജോലികളാണ്. അതിൽ തന്നെയാണ് ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സ് വരുന്നത്. പിന്നോക്ക വിഭാഗത്തിലെ മുന്നോക്ക വിഭാഗമായിരുന്നെങ്കിൽ ഭൂരിപക്ഷം പേരും ഗ്രേഡ് സി ഗ്രേഡ് ഡി ജോബ്സിലല്ലായിരുന്നു വരേണ്ടത്, അതിന് മുമ്പുള്ള ഗ്രൂപ്പ്സിലായിരിക്കണം വരുന്നത്. നേരെ വിപരീതമായിട്ടാണ് ഡേറ്റ കാണുന്നത്. വേറൊരു സംഭവം, 68% ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സ് പ്രൈമറി എഡ്യൂക്കേഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇതിന് താഴെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. പിന്നോക്ക വിഭാഗത്തിലെ മുന്നോക്കക്കാരായിരുന്നെങ്കിൽ ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടുതലായനെ, ഭൂരിഭാഗം പേരും നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരായനെ. നേരെ വിപരീതമാണ് കാണുന്നത്. ഏതാണ്ട് 70% ആളുകളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷന് താഴെയാണ്. വേറെ സംഭവം, 80% ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സിന് ഒന്നെങ്കിൽ ലാൻഡ് ഇല്ല, സ്വന്തമായി ലാൻഡ് ഇല്ല, അല്ലെങ്കിൽ 1 ഏക്കറിൽ ലാൻഡിൽ കുറവാണ് അവർ. 1.23 അങ്ങനെയാണെന്ന് തോന്നുന്നു, 1.23 ഏക്കർ ലാൻഡിൽ കുറവാണ് അവരുടെ ഓണർഷിപ്പ്. ഈ ഒരു ഏക്കർ എന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിൽ എന്ന് പറയുമ്പോൾ 1 ഏക്കറൊക്കെ വലിയ സംഭവമാണ്. പക്ഷേ നിങ്ങൾ ഹോൾ ഇന്ത്യ എടുക്കുമ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ഹോൾഡ് ചെയ്യുന്ന ലാൻഡ് വെച്ച് നോക്കുമ്പോൾ ഈ 1 ഏക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൊപ്പോർഷനേറ്റ്ലി വളരെ ചെറുതാണ്. സോ നിങ്ങൾ 80% ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റുള്ള ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ 80% ആളുകൾക്ക് ഒന്നുകിൽ ലാൻഡ് ഇല്ല, അല്ലെങ്കിൽ ഉള്ള ലാൻഡ് 1.23 ഏക്കേഴ്സിൽ കുറവാണ്. പിന്നോക്ക മുന്നോക്ക വിഭാഗത്തിനാണ് കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഡേറ്റ കിട്ടില്ല. അപ്പം ഇതൊക്കെ വെറും ഡേറ്റയോ ഒരു യാതൊരു അക്കാഡമിക് ബാക്കിങ്ങോ ഇല്ലാതെ വെറുതെ പറയുന്ന കുറേ കഥകൾ മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കൗണ്ടർ ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ അതിന് വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താ? റിസർവേഷൻ ആക്ച്വലി പുവർ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൽ പട്ടികജാതി പട്ടികവർഗ സ്റ്റഡീസാണ് കൂടുതൽ എടുക്കുന്നത്. OBCയിൽ നമുക്ക് സിമിലർ പഠനങ്ങൾ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോങ് പ്രസൻറ്റേഷനാവും. ഞാനൊരു ലാസ്റ്റ് അന്ധവിശ്വാസം കൂടെ എടുക്കാം. റിസർവേഷൻ കാരണമാണ് ജാതി നിലനിൽക്കുന്നത്, ജാതി അല്ലെങ്കിൽ കമ്മ്യൂണൽ ഐഡൻറ്റിറ്റീസ് നിലനിൽക്കുന്നത് എന്നത്. ഇത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഇത് പല ആളുകൾ പറയുന്നുണ്ട്, ജാതി സംവരണം കാരണം ജാതി പോകുന്നില്ല, ജാതി നിലനിൽക്കുന്നത് ജാതി സംവരണം കാരണമാണ്. മുസ്ലിം ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ മുസ്ലിം സ്വത്വബോധം നിൽക്കുന്നത് മുസ്ലിം പേഴ്സണൽ ലോ കാരണമല്ല. സ്ത്രീ വിരോധം നിൽക്കുന്നത് ഈ വിമൻ എന്തെങ്കിലും റൈറ്റ് ടു പ്രോപ്പർട്ടി ലോ കൊടുത്തോണ്ടല്ല. ഇവിടെ സ്ത്രീധനം കൊണ്ടുണ്ടാവുന്ന മരണം ഉണ്ടാവുന്ന സ്ത്രീധനം വാങ്ങിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഹിബിഷൻ ആക്ട് വന്നതുകൊണ്ടല്ല. ഇത്തരം നിയമങ്ങൾ വരുന്നത് ഈ സമൂഹത്തിലെ ഈ പ്രശ്നങ്ങൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. ദർ ഈസ് നോ കോസൽ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് ലോസ് ആൻഡ് ദിസ് പ്രോസസ്സസ്. അഥവാ ഇത്തരം നിയമങ്ങളും സമൂഹത്തിൽ ഇത്തരം പ്രതിഭാസങ്ങളും തമ്മിൽ ഒരു കോസൽ കണക്ഷൻ ഇല്ല, കാര്യമോ കാരണമോ ആവുന്നില്ല. ഒരു ഇല്ലിറ്ററേറ്റ് ദളിത്തിനെ
തല്ലിക്കൊല്ലുന്നത് റിസർവേഷൻ കൊണ്ടല്ല. ഒരു റിസർവേഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബ്രാഹ്മൺ ഒരു SC/ST വീട്ടുമായിട്ട് കല്യാണത്തിന് ആലോചിക്കത്തില്ല. ഞാൻ നിൻ്റെ വീടുമായിട്ട് കല്യാണം ആലോചിക്കുന്നില്ല, കാരണം എന്താ, റിസർവേഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെയല്ല അവിടെ ഈ ഇക്വേഷൻസ് വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ല. നിങ്ങളുടെ ഒരു ബയസ് അതിനകത്തുണ്ട്. ആ ബയസിനെ നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നതെന്ന് മാത്രമാണ്. ഈ കോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ ഓഫ് റിസർവേഷൻ ഫോർ OBCs മിഹിർ ദേശായിയുടെ വർക്കാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ആൻറ്റി സംവരണ റാലികളിൽ വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇത് സംവരണ വിരുദ്ധ റാലിയിൽ കുറേ സ്ത്രീകൾ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് അൺഎംപ്ലോയിഡ് ഭർത്താക്കന്മാരല്ല വേണ്ടത്, തൊഴിലുള്ള ഭർത്താക്കന്മാരാണ് വേണ്ടതെന്നുള്ള പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ പറയാണ്, ഞങ്ങൾ ഈ ഇത്തരം സംവരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരുടെ ജോലിയൊക്കെ പോവും. അപ്പോൾ ഈ ജേർണലിസ്റ്റ് ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താഴ്ന്ന ജാതിയിലെ ജോലിയുള്ള പുരുഷന്മാരെ കല്യാണം കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടി അവർക്കൊന്നും പറയാതായിട്ടുണ്ടെന്നാണ് ഇൻഡിപെൻഡൻറ്റ് 26 ഓഗസ്റ്റ് 1990 വന്ന പത്ര റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ സംവരണ വിരുദ്ധ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. നമ്മളിവിടെ ഈ ഒരു പ്രസൻറ്റേഷനിൽ ചെയ്തത് മാക്സിമം അന്ധവിശ്വാസങ്ങളെ എടുക്കുക എന്നതാണ്. ആൻഡ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ യുക്തിവാദ സമൂഹങ്ങളിൽ ഇപ്പോൾ വളരെ പ്രബലമായിട്ട് കയറി വരുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് പബ്ലിക് സപ്പോർട്ടും ഒരുപാട് എന്താ പറയുക, അതാണ് ശരി, നമുക്ക് സംവരണം വേണ്ട, സംവരണം എടുത്ത് കളയണം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മുടെ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. ഇതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. എപ്പോഴും ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങൾ സോഷ്യൽ ജസ്റ്റിസാണ്, സാമൂഹിക നീതിയാണ്. സാമൂഹിക നീതി നമുക്ക് നടപ്പാക്കണമെങ്കിൽ ഇത്തരം റിസർവേഷൻ പോലുള്ള പോളിസികളെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതൊരു യുക്തിവാദി എപ്പോഴും ചെയ്യേണ്ടത് നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതുതന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത്. ഡേറ്റ ഓറിയൻറ്റഡ് ഡിസിഷൻസ് എടുക്കുക, സ്വന്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് സദ്ഗുരു മോഡൽ യുക്തിവാദം എടുക്കാതിരിക്കുക. നന്ദി. ഇത് സംവരണം ശരിക്കും അട്ടിമറിക്കപ്പെടുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ചൗഹാൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. പുള്ളി മഹാരാഷ്ട്രയിലാണ്. ചൗഹാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ഷത്രിയ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇതാണ് OBC കാറ്റഗറി. അത് പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ വലിയ ലീഡറായിരുന്നു. ആ സമയത്ത് അവരെ OBCയിലോട്ടാക്കി. ഇതുപോലെ ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് ഈ വൈശ്യർ, ക്ഷത്രിയർ, അതുപോലെ എക്സെപ്റ്റ് ബ്രാഹ്മിൺസ് ഇതുവരെയും വന്നതായിട്ട് എനിക്കറിയില്ല. ബ്രാഹ്മിൺസ് OBC ആവുന്നവരുമുണ്ട്. ഈ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇത് ഈ ജാതി വിവേചനവും മറ്റൊന്നും ഉണ്ടാകാതെ തന്നെ അവർ ഇതുവരെയാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്ക് OBC ആയിട്ടുള്ളവർക്ക് ഇത് നീതി നിഷേധമല്ലേ? അപ്പം അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്? അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സംവരണം വേണോ വേണ്ടോ എന്നാണ്. കാരണം അട്ടിമറിക്കുന്നുണ്ട് എന്നൊരു വാദം എടുത്തിട്ട് സംവരണ വിരുദ്ധ ആഖ്യാനങ്ങൾ പല സ്ഥലങ്ങളിൽ ആളുകൾ വരുന്നുണ്ട്. അതിനെയാണ് ഞാൻ കൗണ്ടർ ചെയ്യുന്നത്. ഇപ്പം ഏതൊരു ടൂളും രാഷ്ട്രീയപരമായി അട്ടിമറിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന ഏതൊരു വ്യവസ്ഥയും രാഷ്ട്രീയ പാർട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഗെയിനിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. പക്ഷെ ആ വസ്തുതയെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെന്നാണ്. ഇപ്പോൾ സംവരണത്തിൽ ഇപ്പം ഈ ഇന്ന വർഗ്ഗങ്ങൾ ഇതിനകത്ത് വരാൻ പാടില്ല എന്നതൊരു എംപെരിക്കൽ ഡേറ്റയുടെ ബേസിൽ തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതായത് അവരുടെ സാമൂഹിക സാഹചര്യങ്ങൾ എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ അറ്റൈൻമെൻറ്റ് എന്താണ്, അവിടെ എത്ര ആളുകൾക്ക് ശിശുമരണങ്ങൾ നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട തീരുമാനമാണ്. അതിന് പകരം വോട്ട് ബാങ്കിന് വേണ്ടി ആളുകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. സംവരണത്തിൽ ഇങ്ങനെ അട്ടിമറികൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. പക്ഷേ എൻ്റെ മെയിൻ പ്രശ്നം ഈ അട്ടിമറികളെ എടുത്തിട്ട് സംവരണം വേണ്ട ഒരു നയത്തിലേക്ക് ആളുകൾ കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട്. അതിനോടാണ് ഞാൻ ഈ പ്രസൻറ്റേഷനോട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നല്ലൊരു പ്രബന്ധം അവതരിപ്പിച്ച ശ്രീ പ്രതീഷിന് അഭിവാദനമാണ്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നതിന് മുമ്പായി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇന്നലെ പത്രത്തിൽ നമ്മൾ വായിച്ചു, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജീവിതാന്ത്യം വരെ പോരാടിയ പ്രൊഫസർ നരേന്ദ്ര ദാഭോൽക്കറുടെ കൊലയാളികളിൽ 2 പേരെ മഹാരാഷ്ട്രയിൽ ജീവപര്യന്തം തടഞ്ഞു ശിക്ഷിച്ചു. 3 പേര് ഇപ്പോഴും പുറത്താണ്.
ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. കാരണം നേരത്തെ ശ്രീ നാഗേഷും മറ്റും പറഞ്ഞതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുൻതൂക്കമുള്ള കേരളത്തിൽ ജസ്റ്റിസ് കെ ടി തോമസ് വിശദമായി പഠിച്ച് തയ്യാറാക്കിയ ഒരു ബിൽ, അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ, ഇപ്പോൾ സസുഖം അലമാരിയിൽ അതിൻ്റെ കരട് ബിൽ ഉറങ്ങുകയാണ്. ഇതുപോലെയുള്ളതിനെ നമ്മൾ ഈ കൂട്ടായ്മകളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നേടുന്ന ശക്തി ഉപയോഗിച്ച് ഒരു ചെറുതെങ്കിലും സമൂഹത്തിന് ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രതിഷേധ കൂട്ടായ്മകളിലേക്ക് ഇത് വളരണം എന്ന് ഞാൻ ആമുഖമായി പറയുന്നു. ശ്രീ പ്രതീക്ഷൻ്റെ പേപ്പർ സബ്മിഷനോട് അനുബന്ധമായ ചില കാര്യങ്ങൾ മാത്രം പറയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അനുബന്ധമായി മെരിറ്റോക്രസിയുമായി മെരിറ്റിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഒരു കുട്ടി മെരിറ്റ് കൈവരിക്കുന്നെങ്കിൽ അവൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ, ഈ പറയുന്ന പോലെ അവൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ന്യൂട്രീഷൻ വരെ, അവന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുസ്തകം വാങ്ങണമെങ്കിൽ ആ പുസ്തകം വാങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ദയനീയത, അതുപോലെ തന്നെ സമൂഹത്തിൽ അവൻ നേരിടുന്ന വിവേചനം, ഇതെല്ലാം ഒരു കുട്ടിയുടെ മെരിറ്റ് നിശ്ചയിക്കുന്നതിൽ വലിയ ഘടകമായി മാറുമെന്ന് ഏകദേശം ഒരു 3 മാസം മുമ്പിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധിയിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി, ഞാൻ ആ ഡേറ്റ് ഓർക്കുന്നില്ല, ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ജാതി സംവരണം നിർത്തലാക്കേണ്ടതാണെന്ന് ചില യുക്തിവാദികൾ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലം ശരിയാണ്. അപ്പോൾ ജാതി സംവരണം ആണ് ജാതി വ്യവസ്ഥയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന വാദം നമ്മുടെ ചരിത്രത്തിന് പിന്നോട്ട് നടന്നാൽ അത് ശുദ്ധ അസംബന്ധമാണെന്ന് മനസ്സിലാവും. ഡോക്ടർ അംബേദ്കറുടെ ഒരു വാചകം ഞാൻ ഇവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണനായി ജനിച്ച ഒരാൾ ബാർബർ പണി ചെയ്താൽ നമ്മൾ അയാളെ ബാർബർ എന്ന് വിളിക്കുമോ ബ്രാഹ്മണൻ എന്ന് വിളിക്കുമോ? അയാൾക്ക് ഈ സമൂഹത്തിലുള്ള അയാളുടെ ബ്രാഹ്മണ്യത്തിന് യാതൊരു കുറവുമില്ല, അയാളുടെ അന്തസ്സിന് കുറവില്ല. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജാതി വ്യവസ്ഥ സംവരണവുമായി മാത്രം ബന്ധപ്പെട്ട മനുഷ്യന്റെ ഏറ്റവും പ്രധാനം നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനം അന്തസ്സാണ്. മനുഷ്യന് ജനിച്ചാൽ ഈ മരിക്കുന്ന ജീവിക്കാൻ അവൻ അന്തസ്സോടുകൂടി ജീവിക്കണം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എഴുതുന്നതിന് മുമ്പായി ജസ്റ്റിസ് ബി പി മണ്ഡൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ബീഹാറിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ തന്റെ സഹായിയോടൊപ്പം വെളുപ്പാങ്കാലത്ത് ഗ്രാമത്തിലൂടെ പോയപ്പോൾ അദ്ദേഹത്തിന് എതിരായി എതിർദിശയിൽ വരമ്പിലൂടെ നടന്ന ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവരുടെ കഴുത്തിൽ ചിരട്ടകൾ കെട്ടിത്തൂക്കിയിരുന്നു. ഇതെന്താണെന്ന് അദ്ദേഹം ദിഭാഷിയോട് ചോദിച്ചപ്പോൾ അവിടുത്തെ ഏറ്റവും പിന്നോക്കക്കാരായി, ഇപ്പം നമ്മൾ അവിടുത്തെ ജാതി സെൻസസിന്റെ പഠനങ്ങൾ വന്ന് നമ്മൾ വായിച്ചു, എക്സ്ട്രീം OBC വരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് 36%. അങ്ങനെ അവിടുത്തെ ഏറ്റവും പിന്നോക്കക്കാരെ ദളിത് വിഭാഗത്തിൽ പാവപ്പെട്ടവരായവരെ തിരിച്ചറിയാനുള്ളതാണ് ഈ കഴുത്തിൽ ചിരട്ട കെട്ടിത്തൂക്കി. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. അപ്പം ഞാൻ കൂടുതൽ ഡീലിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ യുക്തിവാദികളെന്ന് പറയുന്നവർ ആരും ആയിക്കോട്ടെ, അവർ പറയുന്ന വാദത്തിന് ചരിത്രത്തിന്റെ പിൻബലമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.